അങ്ങനെ പതിവ് പോലെ റിസപ്ഷൻ എത്താനും ലേറ്റായി. ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും എൻട്രിയും മിസ്സായി. രാവിലെ ബ്രൈഡിനെ കൂട്ടാൻ പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് വേഗം റെഡിയായി റിസപ്ഷന് വേണ്ടി ഓഡിറ്റോറിയത്തിൽ എത്തണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഞങ്ങൾ പെങ്ങന്മാരായതുകൊണ്ട് ബ്രൈഡിന് ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ വേണ്ടിട്ട് കോൾ വന്നു. ബ്രൈഡിന്റെ രാവിലത്തെ മേക്കപ്പിന് ഒരു കുഴപ്പമില്ലാത്തത് കാരണം ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് ഡ്രസ്സ് മാറ്റി വീട്ടിലെത്തിയപ്പോഴത്തേനും വീട്ടിലുള്ളവരൊക്കെ ഓഡിറ്റോറിയത്തിലെത്തി. അങ്ങനെ ഷടപടിയെന്ന് മാറ്റി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലെത്തിയപ്പോഴോ ബ്രൈഡിന്റെ ഗ്രൂമിന്റെ എൻട്രിയും കഴിഞ്ഞ് ഫോട്ടോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി. അങ്ങനെ ഫോട്ടോ സെക്ഷനും കേക്ക് കട്ടിങ്ങും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ബ്രൈഡും ഗ്രൂമും പോകുന്ന വണ്ടി കയറി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്താനായപ്പോഴതാ ഗ്രൂമിന്റെ ഫ്രണ്ട്സും ആൾക്കാരും ബാൻഡ് സെറ്റ് ഒക്കെ ഇട്ട് റോട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയുണ്ടായിരുന്നു. അങ്ങനെ പാതി വഴിയിൽ ബ്രൈഡിനെയും ഗ്രൂമിനെ ഇറക്കി പിന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുപോവാണ് ചെയ്തത്. പോകുന്ന വഴിയിലാണെങ്കിലോ നല്ല അടിപൊളി ഒരു മഴയും കിട്ടി. എല്ലാവരും നനഞ്ഞു കുളിച്ചിട്ടാണ് പോയത്. വീട്ടിലെത്തി കലാശക്കൊട്ടും കഴിഞ്ഞ് പാല് കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. പിന്നെ ഗ്രൂമിന്റെ വീട്ടുകാരെ വക ഒരു നന്ദി പ്രസംഗവും ഗ്രൂമിന്റെ ബിഗ് ബ്രദറിന്റെ വക ഒരു പാട്ടും കഴിഞ്ഞിട്ടാണ് എല്ലാവരും പിരിഞ്ഞത്. നമ്മളെ ബ്രൈഡിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അപ്പോൾ നമ്മൾ ഗ്രൂമിന്റെ ബ്രദറിന്റെ വകയുള്ള പാട്ടും കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ആ പാട്ടിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രത്യേകം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി, ഞാൻ പോട്ടെ, ബൈ. പോയി